ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുള്ള ഒരു പദ്ധതിക്കും കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സിൽവർ ലൈൻ വിഷയത്തിലും ഇതേ നിലപാടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സ്വീകരിച്ചത്. ഹിന്ദു ക്ഷേത്രത്തിൽ ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് സമസ്തയല്ലെന്നും വി മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. കേരയിൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഒരിക്കൽ കൂടി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും. അതുകൊണ്ട് അതിലൊരു അത്ഭുതമൊന്നുമില്ല. സദേൺ റെയിൽവേ അത് പറ്റില്ല എന്ന് റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ബിഷപ്പുമാരെ അവഹേളിച്ച് സംസാരിച്ച മന്ത്രി സജി ചെറിയാനുള്ള മറുപടി ഇതായിരുന്നു. സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശം ഒരുപക്ഷെ വി എൻ വാസവൻ ഇപ്പോൾ പുതിയ വകുപ്പ് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത. അയോധ്യ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണമായുധമാക്കില്ലെന്ന് വ്യക്തമാക്കിയ വി മുരളീധരൻ പക്ഷേ ഇക്കാര്യത്തിൽ കേരളത്തിൽ മതസംഘടനാ നേതൃത്വം എടുക്കുന്ന നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചു. ഹിന്ദു ക്ഷേത്രത്തിൽ ആര് പോകണം എന്നുള്ളത് ഹിന്ദുക്കൾ തീരുമാനിക്കും, ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കും, ക്ഷേത്ര വിശ്വാസികൾ തീരുമാനിക്കും. പള്ളിയിൽ ആരൊക്കെ പോകണം എന്നുള്ള കാര്യത്തിൽ അവരൊക്കെ അഭിപ്രായം പറയും. അയോധ്യയിൽ ഉണ്ടാകുന്നത് പള്ളിയല്ല, ക്ഷേത്രം. അമൃത ന്യൂസ്, കോഴിക്കോട്.